कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। ഭാഗവത കഥകൾ 179. ജരാസന്ധൻ തടവിലാക്കി വധിക്കാൻ തയ്യാറാക്കിയിട്ടിരിക്കുന്ന രാജാക്കന്മാരെ മോചിപ്പിക്കുക, യുധിഷ്ഠിരന്റെ രാജസൂയ യജ്ഞം ആഘോഷപൂർവ്വം വിജയിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി ഭഗവാൻ ശ്രീകൃഷ്ണൻ പരിചാരക വൃന്ദത്തിനൊപ്പം ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തി. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ സാന്നിധ്യം കൊണ്ട് അലങ്കരിക്കുന്ന ഇന്ദ്രപ്രസ്ഥ രാജസദസ്സിൽ യുധിഷ്ഠിരൻ രാജസൂയ മഹായജ്ഞത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു: ഭഗവാനെ, ജഗന്നാഥനായ അങ്ങേക്ക് ഇന്ദ്രപ്രസ്ഥമിത ശിരസ്സു നമിച്ച് സ്വാഗതം ആശംസിക്കുന്നു. അങ്ങയുടെ അംശം തന്നെയായ ഇന്ദ്രാദിദേവന്മാരെ രാജസൂയ മഹായജ്ഞം നടത്തി പൂജിക്കാനായി ഞങ്ങൾക്ക് ആഗ്രഹം തോന്നുന്നു. സർവവിഘ്നങ്ങളും നീക്കിത്തരുന്ന സർവേശ്വരനായ അങ്ങ് ഒപ്പമുണ്ടെങ്കിൽ അത് നമുക്ക് നേടാവുന്നതേയുള്ളൂ. മറ്റു രാജാക്കന്മാരെ കീഴ്പ്പെടുത്തി സ്വയം മേനി നടിക്കാൻ എനിക്ക് തോന്നുന്നു എന്ന് കരുതരുതേ. രാജസൂയം നടത്താത്ത രാജാവിന് മരണശേഷം ഇന്ദ്രസദസ്സിൽ സ്ഥാനം ലഭിക്കുകയില്ല. അതിനാലാണ് ഈ അതിമോഹത്തിന് തുനിയുന്നത്. അങ്ങയുടെ പാദകമലങ്ങളെ സേവിക്കുകയോ അങ്ങയുടെ നാമങ്ങൾ കീർത്തനം ചെയ്യുകയോ ചെയ്യുന്നവൻ എല്ലാ പാപങ്ങളും നശിച്ച് സംസാരമുക്തി തന്നെ പ്രാപിക്കുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. അങ്ങയുടെ അഭീഷ്ടമറിഞ്ഞ് പരമാത്മാവിനെ സേവിക്കുന്നവർക്കും സേവിക്കാത്തവർക്കും വന്നുചേരുന്ന അവസ്ഥകൾ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ കൂടി ഈ ഒരു അവസരം ഉതകട്ടെ. സച്ചിദാനന്ദ സ്വരൂപനായ പരബ്രഹ്മമൂർത്തിയായ അങ്ങേക്ക് ഒരിക്കലും ഭേദബുദ്ധി ഉണ്ടാവുകയില്ല. എന്നാൽ അധർമ്മത്തെ ഒഴിച്ച് ധർമ്മത്തെ സ്ഥാപിക്കാൻ അങ്ങ് എപ്രകാരമാണ് ജാഗ്രത പുലർത്തുന്നത് എന്ന് ലോകർ അറിയട്ടെ. ഇത് കേട്ട് ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: ശത്രുസംഹാരകനായ അല്ലയോ രാജാവേ, ഇതുമൂലം അങ്ങയുടെയും അങ്ങയുടെ വംശത്തിന്റെയും കീർത്തി 3 ലോകങ്ങളിലും വ്യാപിക്കും എന്നത് ഉറപ്പാണ്. അവിടുന്ന് എല്ലാ രാജാക്കന്മാരെയും പരാജയപ്പെടുത്തി അവരുടെയൊക്കെ ചക്രവർത്തിയായി വാഴുക തന്നെ ചെയ്യുക. പിന്നീട് എല്ലാ രാജ്യങ്ങൾക്കും മംഗളം വരാനായുള്ള കാര്യങ്ങളൊരുക്കിയ രാജസൂയ യജ്ഞം നടത്തി ലോകത്തെ പരിപാലിച്ചുകൊള്ളുക. ഇന്ദ്രിയ വിജയം സാധിക്കാത്തവർക്ക് എന്നെ പ്രാർത്ഥിക്കാൻ സാധ്യമല്ല എന്നതാണ് സത്യം. അങ്ങനെയുള്ള എന്നെ നിങ്ങൾ ഭക്തി കൊണ്ട് വിജയിച്ചിരിക്കുകയാണ്. എന്റെ ഭക്തനെ ജയിക്കാൻ ദേവന്മാർക്ക് കൂടി സാധ്യമല്ല. അപ്പോഴാണ് സാധാരണക്കാരായ രാജാക്കന്മാർ. പക്ഷേ ഇത്തരമൊരു കാര്യത്തിന് മുന്നിട്ടിറങ്ങുമ്പോൾ മുന്നിൽ വരാവുന്ന വിഘ്നങ്ങൾ കൂടി നാം കണക്കിലെടുക്കണം. ശ്രീ ശുകമുനി ഇങ്ങനെ തുടർന്നു. ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ട് യുധിഷ്ഠിരൻ അമ്പരപ്പോടെ ആരാഞ്ഞു: അങ്ങ് ഒപ്പമുള്ളപ്പോൾ ഈ ശുഭകാര്യത്തിന് ആരാണ് വിഘ്നം വരുത്തുക? മഗധ രാജാവായ ജരാസന്ധൻ. യുധിഷ്ഠിരനും സഭാംഗങ്ങളും ആ പേര് കേട്ടതോടെ ഓജസറ്റവരായി. യുധിഷ്ഠിരൻ അത്യന്തം നിരാശയോടെ ഇങ്ങനെ പറഞ്ഞു: അങ്ങ് പറഞ്ഞത് സത്യമാണ്. ജരാസന്ധൻ ഒരിക്കലും പാണ്ഡവരുടെ ദിഗ്വിജയ യാത്ര തടയാതെ വിടുകയില്ല. സത്യത്തിൽ അങ്ങേക്ക് പോലും വധിക്കാൻ കഴിയാത്തത്ര ശക്തി എങ്ങനെയാണ് ജരാസന്ധന് സിദ്ധിച്ചത്? ശ്രീകൃഷ്ണൻ അതേക്കുറിച്ച് വിശദീകരിച്ചു. ഭഗവാൻ പരമേശ്വരന്റെ കടുത്ത ഭക്തനാണ് ജരാസന്ധൻ. അതുകൊണ്ട് തന്നെ ഭക്തനായ അവനെ ശ്രീ പരമേശ്വരൻ ഉപാധികളില്ലാതെ സംരക്ഷിക്കുന്നു. ജരാസന്ധനുമായി ഏറ്റുമുട്ടുന്നതിനു മുൻപ് ചില കാര്യങ്ങൾ ഓർക്കണം. ജരാസന്ധന്റെ അഹങ്കാരം രാജാക്കന്മാരെ കീഴടക്കുന്നതാണ്. അയാൾ മല്ലയുദ്ധത്തിൽ നിപുണനാണ്. അയാൾ ഒട്ടേറെ രാജാക്കന്മാരെ ഇപ്പോൾ തടവിലാക്കിയിട്ടുണ്ട്. അയാൾക്കിനി കുറച്ച് രാജാക്കന്മാരെ കൂടി വേണം.
എന്നിട്ട് വേണം ശിവന് ബലി കൊടുത്ത് അവരുടെ ശിരസുകൾ കോർത്ത മുണ്ടമാല ശിവന് ചാർത്താൻ. ജരാസന്ധൻ അങ്ങനെ രാജാക്കന്മാരെ ശിവന് ബലി കൊടുത്ത് ശക്തനായാൽ പിന്നെ അയാളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ആരെങ്കിലും ഈ ബലി തടഞ്ഞാൽ ശിവൻ പോലും അയാളോട് കടപ്പെട്ടിരിക്കും. എന്നാൽ ജരാസന്ധനെ മല്ലയുദ്ധത്തിലൂടെ കീഴടക്കാൻ നമ്മുടെ ഭീമസേനന് കഴിയും. ഭീമസേനനുമായി ഒരു മല്ലയുദ്ധത്തിന് ജരാസന്ധൻ ഒരുങ്ങണം എന്ന് മാത്രം. അതിനും ഒരു വഴിയുണ്ട്. ബ്രാഹ്മണർ ഏതു സമയത്ത് തന്നെ കാണാൻ എത്തിയാലും, അത് അർദ്ധരാത്രിയിലാണെങ്കിൽ പോലും, അപ്പോൾ തന്നെ അവർക്ക് ദർശനവും അവർ ആഗ്രഹിക്കുന്നതെന്തോ അത് ഭിക്ഷയും നൽകുക എന്നത് ജരാസന്ധന്റെ ജീവിതവ്രതമാണ്. അതിനാൽ ഭീമനൊപ്പം ഞാനും അർജുനനും മഗധയിലേക്ക് ബ്രാഹ്മണവേഷത്തിൽ എത്തി ദ്വന്ദ്വയുദ്ധം ഭിക്ഷ ചോദിക്കാം. അങ്ങനെ അവർ മൂവരും മഗധയിലേക്ക് യാത്ര തിരിച്ചു. ഉച്ചനേരത്താണ് ബ്രാഹ്മണവേഷധാരികളായ ഇവർ അവിടെ എത്തിച്ചേരുന്നത്. ദൂരെ നിന്നും തന്നെ കാണാനായി 3 ബ്രാഹ്മണർ എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞ ജരാസന്ധൻ അവരെ കാണാനെത്തി. രാജസദസ്സിൽ 3 ബ്രാഹ്മണർ എന്ന രീതിയിലാണ് അവർ പ്രത്യക്ഷപ്പെട്ടത്. ഇവരെ കണ്ട് ജരാസന്ധൻ ഇപ്രകാരം ആരാഞ്ഞു: ഐശ്വര്യം തിളങ്ങുന്ന മുഖകാന്തിയോടുകൂടിയ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? എന്താണ് ആവശ്യം? തീർച്ചയായും എന്നെ വന്ന് കണ്ട് ആവശ്യം നടത്തുന്നവരെ വെറും കൈയോടെ ഞാൻ അയക്കാറില്ല. നിങ്ങൾക്ക് എന്തു തന്നെയാണ് ആവശ്യമുള്ളതെങ്കിലും അതെന്നോട് പറയുക, ഞാനത് ചെയ്തു തരിക തന്നെ ചെയ്യും. ഇത് കേട്ട് ആദ്യം സംസാരിച്ചത് കൃഷ്ണനാണ്. മഹാരാജൻ, അങ്ങയ്ക്ക് സർവമംഗളങ്ങളും ഭവിക്കട്ടെ. അങ്ങയുടെ ജീവിതവ്രതം നന്നായി അറിഞ്ഞും അതേക്കുറിച്ച് കേട്ടും അതിൽ വിശ്വസിച്ചുമാണ് ഞങ്ങളിവിടെ എത്തിയത്. ദാനശീലൻ എന്ന അങ്ങയുടെ കീർത്തി ആചന്ദ്രകാലം നിലനിൽക്കട്ടെ. സഹനശീലനായ ഒരുവനെ അസഹ്യമായതെന്തുണ്ട്? ഏതൊരു പ്രവൃത്തിയെ ദുഷ്ടനായ ഒരുവൻ ഉപേക്ഷിക്കും? ദാനശീലനായ ഒരുവൻ എന്തുതന്നെ നൽകില്ല? സമദൃഷ്ടിയായ ഒരുവനെ അപരിചിതനായി ആരുണ്ട്? ഈ നശ്വരമായ ശരീരത്തിനാൽ നിതാന്തമായ പ്രശസ്തി നേടാൻ ഒരുവനെ കഴിയുകയില്ല തന്നെ. ഹരിശ്ചന്ദ്രൻ, രന്തിദേവൻ, ശിബി, ബലി, ബ്രാഹ്മണർ, മുഡ്ഗലൻ എന്ന വേടൻ, പ്രാവ് എന്നിങ്ങനെ പലരും അനശ്വരതയെ പ്രാപിക്കാൻ തുലോം ക്ഷണികമായ ശരീരത്തെ ഉപേക്ഷിച്ചവരത്രേ. തീർച്ചയായും ഈ ജന്മത്തിൽ നമുക്ക് നേടിയെടുക്കാവുന്ന ഏറ്റവും വലിയ നേട്ടം മരണത്തിനു പോലും നമ്മിൽ നിന്നും തട്ടിയെടുക്കാൻ കഴിയാത്ത ഖ്യാതി മാത്രമാണ്. ശിവഭക്തന്മാരിൽ ഏറ്റവും പ്രമുഖൻ എന്ന നിലയിൽ അങ്ങയുടെ പ്രശസ്തി ത്രിലോകങ്ങളിലും പടർന്നു കഴിഞ്ഞിരിക്കുന്നു. മഹാദേവ ശിവൻ അങ്ങേക്ക് കാവലായി ഒപ്പമുണ്ട് എന്ന് ആർക്കാണ് അറിയാത്തത്? എങ്കിലും അങ്ങ് നൽകുമെങ്കിൽ ഞങ്ങൾക്കൊരഭ്യർത്ഥനയുണ്ട്. ഇങ്ങനെ കൃത്യമായി ശ്രീകൃഷ്ണൻ സമുദ്രത്തിൽ മതിച്ചു നടക്കുന്ന മത്സ്യത്തിനായി കെണിയൊരുക്കും പോലെ ജരാസന്ധനോട് സംസാരം തുടങ്ങി. ജരാസന്ധനെ വധിക്കാനായി മറ്റു ചില വഴികൾ കൂടി ശ്രീകൃഷ്ണന്റെ മനസ്സിൽ ബാക്കിയുണ്ടായിരുന്നു. ആ കഥ നാളെ.